ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ അപ്പോൾ ആ ലേക്കിലേക്ക് പോവാണ് എല്ലാവരും. നല്ല ലേക്കാന്നൊക്കെ പറഞ്ഞ് കേട്ടു. അപ്പോൾ എങ്ങനെയാണെന്നറിയത്തില്ല. അപ്പോൾ നമുക്ക് നോക്കാം. നല്ലതാണെങ്കിൽ പിള്ളേരൊക്കെ ഒന്ന് ഇറക്കി. ഞങ്ങൾക്ക് അത് നിന്നറിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് കാലത്ത് നയിച്ചിട്ട് നമുക്ക് ജോക്കുട്ടിനെ കാണാം. ഷെയ്ഡ്സ് ഒക്കെ വെച്ച് ജാക്കറ്റ് ചില്ല് ചെയ്ത് വരുന്നു. ബിയു കുട്ടി എന്നാ ഈ സംഭവിക്കുന്നേ? ഏത് കൂടക്കാതെ തന്നെ കയറ്റി വെച്ചേക്കുന്നുള്ളത്. അല്ല ബിയു കുട്ടി, നമ്മൾ ആദ്യം ലേക്കിലോട്ട് പോവാണ്. ലേക്ക് ഇനി 9 മിനിറ്റിലെത്തും. അതുവരെ നമുക്ക് പോകുന്ന വഴിയൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് പോവാം. സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കുറച്ച് മാറിയ ഒരു 10-30 കിലോമീറ്റർ മാറി അൾട്ട് മ്യൂൾ എന്ന് പറഞ്ഞൊരു സ്ഥലം. അൾട്ട് മ്യൂൾ ചെറിയ വാലിയാണ്. നമ്മൾ ഓൾമോസ്റ്റ് ലേക്ക് എത്തിയിരിക്കുന്നു. നമുക്ക് മാപ്പൊക്കെ കാണിക്കാം. മാപ്പ് കണ്ടാൽ മതിയായിരുന്നു. അതുണ്ടോ, ഇതാണ് ലേക്ക്. നമ്മൾ ഈ ലേക്കിലോട്ടാണ് പോകുന്നത്. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾക്ക് അറിയാവോന്നറിയില്ല, ഈ സാധനമില്ലേ സൺഷീൽഡ്, ഈ സാധനം നമുക്ക് എടുത്ത് ഇപ്പുറത്തോട്ട് വയ്ക്കാം. അപ്പം നമുക്ക് ഈ ഭാഗത്തൊന്ന് നമ്മുടെ സൺ പ്രൊട്ടക്റ്റഡ് ആവാം. Turn left, then your destination will be on the left. Your destination is on the left. ഞങ്ങൾ അങ്ങനെ ലേക്കിലെത്തി. ഇപ്പം അതാണ്ട് എൻ്റെ കൂടെ ഞങ്ങളെല്ലാവരും ഉണ്ട്. ഞങ്ങളുടെ ഒരു ഫാമിലി ഓൾറെഡി പോയി. എല്ലാവരൊക്കെ ഇങ്ങനെ എക്സൈറ്റഡ് ആണ്. ഭയങ്കര വെയിലാണ്, പൊള്ളുന്ന ചൂടാണ്. അതുകൊണ്ട് എല്ലാവരും തൊപ്പിയും കൊടയും ഷെയ്ഡ്സും ഒക്കെ ആയിട്ട് നിൽക്കുന്നു. എല്ലാവരും റെഡി ആയിട്ട് പോകുന്നുണ്ടോ? ഇവിടെ ഇതാണ് വാട്ടർ ആക്ടിവിറ്റീസ്. വിൻ്റർ ആയാലും സമ്മർ ആയാലും ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഇവർ വെള്ളം കണ്ടാൽ അങ്ങ് ചോടി എൻജോയ് ചെയ്യുന്ന. ഇവിടെ ഒരു കുഞ്ഞു വെള്ളം, ലേക്കിൻ്റെ ഒരു ഭാഗം ഈ വഴി കൂടെ ചെറുതായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുന്നു പോകാനൊക്കെ ആയിട്ട്. പക്ഷേ നീന്താൻ അറിയണം. നീന്താൻ അറിഞ്ഞില്ലെങ്കിൽ സേഫ്റ്റി അല്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടൊന്നും പോകാറില്ല. ഞങ്ങൾ വല്ലം പൂളിലൊക്കെ പോയി, പൂളിൽ ആഴം കുറഞ്ഞ സ്ഥലത്ത് ചാടി കളിക്കുക മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ പരിപാടി. ഇങ്ങനെ ലേക്കിലൊക്കെ ചാടിയാൽ തീരത്ത് കിടന്ന് ഉരുളുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബിയക്കുട്ടി നല്ല ഉറക്കത്തിലാണ്. ഉറങ്ങി എഴുന്നേൽക്കുമ്പം കഴിക്കാനൊക്കെ റെഡി ആവുമായിരിക്കും. വണ്ടി മുട്ടും വണ്ടി. എൻ്റെ പൊന്നെ ഭയങ്കര വെയിലാണ്. ഈ വെയിലത്ത് ചിലപ്പം വിൻ്റർ കുഴപ്പമില്ല എന്ന് പറയാനൊക്കെ തോന്നും. എൻ്റെ തൊപ്പി ചട്ടി പോലെ ഇരിക്കും. നല്ല വെയിലുണ്ട്. കണ്ണ് തുറക്കത്തില്ല, അത്രയും വെയിലാണ്. നീന്താനൊക്കെ അറിയായിരുന്നെങ്കിൽ ഞാൻ വെള്ളത്തിൽ നിന്ന് പൊങ്ങത്തില്ലായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നീന്താൻ പഠിച്ചിട്ടില്ല. ഹലോ ഗൈസ്. അതെ, ഈ ഫേസ് ട്രാക്കിംഗ് എനേബിൾ ആക്കി വെച്ചിട്ട് ഓ ഗോഡ്, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലല്ലോ, നിങ്ങൾ എൻ്റെ ആദ്യത്തെ വീഡിയോ കണ്ടിട്ട് ഉണ്ടാവുകയല്ല. കാരണം അതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. ഇപ്പോൾ വരെ 7 സബ്സ്ക്രൈബേഴ്സ്, 11 വ്യൂസ്, അത്രയേ ഉള്ളൂ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഓഡിയൻസ്. പക്ഷേ ഞാൻ 7 സബ്സ്ക്രൈബ് ഇല്ല എടുത്തില്ല. ഞാൻ അത്ര എത്തിയപ്പോഴേക്കും എനിക്ക് അപ്പോൾ ഒരു കുഞ്ഞ് സാധനം മേടിച്ചായിരുന്നു. അതിൻ്റെ പേരാണ് DJI Osmo Pocket 3. അവർ ശരിക്കും ഉദ്ദേശിച്ചിരിക്കട്ടെ പോക്കറ്റിൽ കൊള്ളാവുന്ന ഒരു കുഞ്ഞ് സാധനം. അതിലാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത്. 4K, നല്ല ക്ലാരിറ്റി ഉണ്ട്, ഒരു കുഞ്ഞ് ഡിസ്പ്ലേ,
എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിലൊരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ അധികം ഫീച്ചേഴ്സൊന്നും ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ എന്തുണ്ടോ സ്വിച്ച് ചെയ്യുന്നതും ഒക്കെ എളുപ്പമാണ്. പക്ഷെ ഞാനിതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഒന്ന് പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ കുഴപ്പങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ ചിലപ്പോൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല കാണിക്കുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിരിക്കും ക്യാമറ. അതൊക്കെ ഫിഗർ ഔട്ട് ചെയ്യുന്നേ ഉള്ളൂ. ചുടി അവിടെ എങ്ങനെ ഇരിക്കുന്നു? ഫുൾ വാട്ടർ ആക്ടിവിറ്റീസാണ്. നമ്മൾ വാട്ടർ കാണാൻ പോകുന്നു. ജോക്കുട്ടൻ ആക്ച്വലി ഒന്ന് വീണു. ജോക്കുട്ട ഓക്കെ ആയോ? എന്താ? ഞാൻ പിടിച്ചു. ഓക്കെ, സി ഇവിടുത്തെ ആൾക്കാർ വെയിൽ തപ്പി കിടക്കുമ്പം നമ്മളൊരു നല്ല മരം കണ്ടുപിടിച്ചു. ഈ മരത്തിൻ്റെ തണൽ ദിവസം മൊത്തം ഈ മരത്തിൻ്റെ ചുറ്റും കാണും. ഞങ്ങൾ ഇവിടെ അങ്ങ് സെറ്റായേക്കാന്ന് ഓർത്തു. നമ്മുടെ മാറ്റൊക്കെ വിരിച്ച് ഇവിടെ ഇരിക്കുക. നമ്മളങ്ങനെ നമ്മുടെ ലേക്കിലെത്തിയിരിക്കുന്നു. ഇതാണ് നമ്മുടെ ലേക്ക്. ഒരു കുഞ്ഞ് ലേക്ക്. ആക്ച്വലി ഒരുപാട് വലിയ ലേക്കുകളൊക്കെ ഉണ്ട് ജർമ്മനിയിൽ. ഇത് ഞങ്ങളുടെ താമസിച്ചിരുന്ന സ്ഥലത്തിൻ്റെ തൊട്ടടുത്തുള്ളൊരു കുഞ്ഞ് ലേക്ക്. ഇവിടെ ആൾക്കാരൊക്കെ ഒരുപാട് വാട്ടർ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നു. അവിടെ കുറേ പേര് നീന്തുന്നു. അങ്ങനെ ബോട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പൊതുവെ എങ്ങനെയാണ് ഇവർ എല്ലാ സ്ഥലത്തിലും സ്നോ പെയ്താൽ അവിടെ ഒരു ആക്ടിവിറ്റി, വെള്ളത്തിലാണെങ്കിൽ വെള്ളത്തിലൊരു ആക്ടിവിറ്റി, അങ്ങനെ they keep themselves entertained. ഇവിടെ മൊത്തം ആൾക്കാരാണ് ഇങ്ങനെ. ബിയക്കുട്ടിയുടെ കുഞ്ഞാണ്ടി താഴ്ത്തിറങ്ങി താഴ്ത്തേക്ക് അടിപൊളി. എക്സ്ക്യൂസ് മീ അമ്മ വീഡിയോ എടുക്കുമ്പോൾ ക്യാമറയുടെ ഫ്രണ്ട് ആയിരുന്നു അപ്പ. ഹായ് ഹലോ പറ. Bia, one finger, turn into a worm. Crawl. Lion എന്നാ ചെയ്യുന്നേ? ഞങ്ങൾ പാക്ക് ചെയ്ത് നേരെ ഞങ്ങളുടെ ടെൻറ്റിലോട്ട് പോവാണ്. താങ്ക് യു ചേച്ചി. വേണ്ട, കരയുന്നില്ല, ഉറങ്ങും നിർത്തിട്ട്. ബീക്കുട്ടി അമ്മയുടെ മുടി കണ്ടു അല്ലേ? അമ്മയുടെ മുടി എന്നാ ഇങ്ങനെ നീണ്ടു നിൽക്കുന്നേ? എനിക്ക് തിന്നാൻ പറ്റുന്നതാണോ ആണോ എന്ന് ചിന്തിക്കുന്ന ബീക്കുട്ടി. ഇതെനിക്ക് തിന്നാവോ? അമ്മ ഇങ്ങനെ തൂക്കിയിട്ടേക്കുന്നേ അല്ലേ? ബീക്കുട്ടി ഇപ്പം തിരിച്ച് പോകുമ്പോൾ എൻ്റെ കൂടെ അല്ല, അപ്പവും ബീക്കുട്ടിയാണ് പോകുന്നത്. ഓക്കെ, ഇങ്ങനെ നിരനിരയായിട്ട് ഞങ്ങൾ സ്കൂളിൽ പോകുന്ന കുട്ടികളെ പോലെ ഒരാളുടെ പുറകെ ഒരാളുടെ പുറകെ ഒരാൾ പൊക്കോണ്ടിരിക്കുന്നു. ആസ് യൂഷ്വൽ നമ്മുടെ കിൻഡർ വാഗനായിരിക്കുന്നു. എന്നാ പറയുന്നത്, പെട്ടിവണ്ടി ആയിരിക്കുന്നു. അങ്ങനെ ഞാനും അപ്പവും
ഇവിടെയുണ്ട്. ഞങ്ങൾ ആക്ച്വലി ഇന്ന് ബ്ലൂ മാച്ചിങ് ആയിട്ട് ഒരു വട്ടം ഞെക്കി കഴിഞ്ഞാൽ ട്രാക്കിംഗ് ആണോ? ഓ ദാറ്റ്സ് നൈസ്. ഉണ്ടോ? അപ്പോഴാണ് ഈ ക്യാമറ എക്യുപ്മെൻറ്റ്സ് എല്ലാത്തിനും ഭയങ്കര ബുദ്ധിയാണ്. ഞാൻ ഇത് എങ്ങനെയും അപ്പൻ്റെ സഹായം ഇല്ലാതെ നല്ല രീതിയിൽ ഫീച്ചേഴ്സൊക്കെ പഠിക്കണമെന്നൊക്കെ ശ്രമിക്കുന്നു. ഞാനും അപ്പോൾ ആക്ച്വലി ടേൺസ് എടുത്താണ് ബിയക്കുട്ടിയുടെ വരുന്നത്. ഞാനിപ്പം ബിയക്കുട്ടി പോകുന്ന വണ്ടിയിലല്ല പോകുന്നത്. അപ്പോൾ ബിയക്കുട്ടിയുടെ കൂടെ പോകുന്നു. ഞങ്ങൾ ചേട്ടൻ്റെയും ചേച്ചിയുടെ കൂടെ വന്നു. ഞങ്ങൾക്ക് കുറേ ചേട്ടൻ ചേച്ചിയുണ്ട് ഇവിടെ. ഇതാണ് ഇൻഗോസ്റ്റാറ്റിൻ്റെ ഒരു സിറ്റി. ഞാൻ കുറേ പുല്ലുകളും ചെടിയും കൂടിയും എല്ലാം കാണിച്ചു. ഇപ്പം ടൗണിൻ്റെ ഒരു ചെറിയ വ്യൂ. ഏതായാലും ഇപ്പൊ ഗ്രില്ല് ചെയ്ത് നന്നായി കേട്ടോ. 8 മണിക്ക് ഗ്രില്ല് ചെയ്യാൻ തുടങ്ങിയായിരുന്നെങ്കിൽ ഉറങ്ങുന്നവരെല്ലാം നമ്മൾ എണീപ്പിച്ചേനെ. എടാ വെജിറ്റബിൾസ് ഇടുക കേട്ടോ, പിള്ളേർ കഴിക്കുന്നുണ്ട്. ഈ സ്വിച്ചിനെ ഇട്, ഇത് മൊത്തം ഇന്നത്തെ ഡിന്നർ ഗംഭീരമായിരിക്കും. അത് കുറേ സാധനങ്ങളൊക്കെ ഗ്രിൽ ചെയ്ത് വെജ്, നോൺ വെജ്, ചിക്കൻ, പോർക്ക്, അങ്ങനെ കുറേ സാധനങ്ങൾ ഗ്രിൽ ചെയ്ത് കഴിക്കുന്നുണ്ട്. അവിടെ പിള്ളേരൊക്കെ ഓൾറെഡി കഴിക്കാൻ തുടങ്ങി. പിള്ളേരൊക്കെ ഓൾറെഡി കഴിക്കുന്നുണ്ട്. ഞാൻ കുട്ടിയുമായിട്ട് നിൽക്കുന്നു. ഇന്നത്തെ ഡിന്നർ സൂപ്പർ ഡുപ്പർ. ഇവിടെ എല്ലാവരും മടുത്തിരിക്കുമ്പം ബിയക്കുട്ടിക്ക് മാത്രം ഭയങ്കര എനർജി. ബിയക്കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ പറയണം. ക്ലോസപ്പ് വരുന്നുണ്ടല്ലേ ബിയക്കുട്ടി? അങ്ങനെ ഞങ്ങളുടെ വീക്കെൻഡ് ട്രിപ്പ് തീരാറായി. എല്ലാവരും ബൈ ബൈ പറഞ്ഞ് തിരിയുന്നു. അയ്യോ എൻ്റെ മുഖം ഇരുണ്ട് പോയി പെട്ടെന്ന്. ബൈ ബൈ. ബൈ ബൈ. ഞങ്ങളുടെ വീടെല്ലാവരും വൃത്തിയാക്കി അല്ലേ ബിയക്കുട്ടി? നമ്മൾ വീട്ടിൽ പോവല്ലേ? ബൈ ബൈ എവറിബഡി. വീട് തന്ന പോലെ ഞങ്ങളെല്ലാവരും വൃത്തിയാക്കിയിരിക്കുന്നു. ഞാൻ വൃത്തിയാക്കില്ല, ഞാൻ ബിയക്കുട്ടിയുടെ കൂടെ ആയിരുന്നു. ബാക്കി എല്ലാവരും വൃത്തിയാക്കി. അങ്ങനെ ഈ ബ്യൂട്ടിഫുൾ മെമ്മറീസിനെ ഞങ്ങൾ ഇവിടെ ചെസ് പറയുന്നു. ഇറ്റ് വാസ് സോ നൈസ് അല്ലേ ബേബി? ബിയക്കുട്ടി എൻജോയ് ചെയ്തു. ബിയക്കുട്ടി ഒരു ബഹളമില്ലായിരുന്നു, ഇടുക്കിയായിട്ടിരുന്നു ഞങ്ങളുടെ ഇവിടെ. അന്നേരം ഞങ്ങളെല്ലാവരും സ്വീറ്റ് ഹോമിലേക്ക് പോകുന്നു. See you later in another vlog. Bye. That's fine. I have a day.